മയിൽപ്പീലിക്കാവ്. അവളുടെ പിൻകഴുത്തിലേക്ക് അവൻ്റെ അതരങ്ങൾ പതിഞ്ഞതും അവൾ പുളകിരിയായി തിരിഞ്ഞു വന്നു. എന്താ ശ്രീയേട്ട ഇത്? അവളവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചതും അവൻ്റെ കൈകൾ ഒന്നുകൂടി മുറുകി. മീനാക്ഷി, എന്നോട് ബലപ്പെടുത്തത്തിന് വരണ്ട കേട്ടോ. ഞാൻ ബ്ലാക്ക് ബെൽറ്റാണ്. പിന്നെ എൻ്റെ മീനൂട്ടിക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഒന്ന് തോറ്റു തരാം. എന്തേ, വേണോ? അവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ശ്രീയേട്ട മാറുന്നുണ്ടോ? പ്ലീസ്. അമ്മ കാണും. അവൾ അവൻ്റെ പിടുത്തം പിടിപ്പിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചു. അടങ്ങി നിൽക്കു പെണ്ണേ, എന്താ ഇത്ര ധൃതി? വീണ്ടും അവൻ്റെ ചോദ്യം. കളിക്കാതെ പോയ ശ്രീയേട്ട, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അവൾ ഗൗരവത്തിലായി. ഓ, എൻ്റെ മീനൂട്ടിക്ക് ദേഷ്യായോ? അതുകൊള്ളാം. അവൻ പുഞ്ചിരി തൂകി. മോളെ മീനൂട്ടി, ഇങ്ങോട്ട് വന്നേ നീ. രുക്മിണിയമ്മ അകത്തേക്ക് വന്നതും ശ്രീഹരി പിടിവിട്ടുകൊണ്ട് അവളോട് സംസാരിച്ചെന്ന പോലെ നിന്നു. മോളെ, ഇതാരൊക്കെയാ വന്നേന്ന് നോക്കിയേ. അവർ മീനാക്ഷിയുടെ കയ്യിൽ കടന്നു പിടിച്ച് വെളിയിലേക്ക് പോയി. അമ്മയും അമ്മാവനുമായിരുന്നു വെളിയിൽ. അവൾ ഓടിച്ചെന്നമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, ഇതെന്താ പറയാതെ വന്നേ? ഇന്നലെ വിളിച്ചപ്പോഴും അമ്മ എന്നോടൊരു വാക്ക് മിണ്ടിയില്ലല്ലോ. അത് എൻ്റെ കുട്ടിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി, അതുകൊണ്ടല്ലേ. അവർ മകളുടെ കവിളി തലോടി. മീനു, മോളിനി ജോലിക്കൊന്നും പോകണ്ട കേട്ടോ. അമ്മയുടെ കൂടെ നാട്ടിലേക്ക് പോരുക. അച്ഛന് തീരെ വയ്യാണ്ടായി. അവിടെ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്നാണ് എല്ലാവരും പറയുന്നത്. അമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷി ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നെ അവളും ഓർത്തു, ഇനി ഈ നാട് വേണ്ട, ഇവിടുന്ന് പോകാമെന്ന്. അമ്മയും അമ്മാവനും രുക്മിണിയാൻ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ശ്രീഹരിയുടെ ചുഴിഞ്ഞുള്ള നോട്ടം അവൾക്ക് അത്ര പിടിക്കുന്നില്ല. ഇങ്ങനൊരു പാവം, അതും ആദ്യമായി. അവൾക്ക് എന്തോ ഒരു പരവശം പോലെ. എങ്കിലും അവൾ അറിയാത്ത രീതിയിലിരുന്നു. മോളെ, നീ പോയി ബാഗ് എടുത്തു വരൂ, നമുക്ക് വൈകാണ്ട് ഇറങ്ങാം. അച്ഛനും മുത്തശ്ശിയും തനിച്ചേ ഉള്ളൂ. അമ്മ ധൃതി കൂട്ടിയപ്പോൾ അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് പോയി. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മീനാക്ഷിക്ക് കണ്ണ് നിറഞ്ഞു വന്നു. അന്നവർ തിരിച്ചെത്തിയപ്പോൾ നേരം വൈകി. വീട്ടിലെത്തിയ മീനാക്ഷി ഫോണെടുത്ത് നോക്കിയപ്പോൾ ശ്രീയേട്ടൻ്റെ കോൾ. മീനുക്കുട്ടി, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടോ ബാഗിൽ? പെട്ടെന്ന് കോള് കട്ടായി. ബാഗിലൊരു പൊതിയുണ്ടായിരുന്നു. അതിലൊരു മയിൽപ്പീലിയും ഒരു കൺമഷിയും വെള്ളക്കടലാസിലൊരു കുറിപ്പും. മീനൂട്ടിയുടെ സച്ചുവേട്ടൻ. ഈശ്വര, അടുത്ത തവണ കാവിലെ പൂരം വന്നപ്പോൾ താൻ ചീരുവിനോട് പറഞ്ഞത്. എടി, നീ പറഞ്ഞ സച്ചുവേട്ടനെ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം പൂരത്തിന് എനിക്ക് എന്താ വേണ്ടതെന്ന് പറയട്ടെ? പറയടി, ഞാനൊന്ന് ശ്രമിക്കാം. ചീരു അലസഭാവത്തിൽ പറഞ്ഞപ്പോൾ താൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ എന്നതുപോലെ ഓർക്കുന്നുണ്ട്. നീ സച്ചുവേട്ടനോട് പറയൂ, എനിക്കൊരു മയിൽപ്പീലിയും ഒരു കൺമഷിയും കൊണ്ടുവരാൻ എന്ന് പറഞ്ഞതും തന്നെ കൊഞ്ഞിനും കുത്തി കാണിച്ച് ഓടി മറിയുന്ന ചീരു. പിന്നീടൊന്നും ഇയാളെക്കുറിച്ച് അറിഞ്ഞില്ല. ആരാണെന്നും എവിടെയാണെന്നും കുറേ കാലം ഓർത്തിരുന്നു. കാലം അതെല്ലാം പതിയെ പതിയെ അവളുടെ മറവിയാകുന്ന മടിത്തട്ടിലേക്ക് എടുത്തെങ്കിലും ഒന്നു മാത്രം അവശേഷിച്ചു, തൻ്റെ കുപ്പിവിളകൾ. അപ്പോൾ ഇതെല്ലാം തനിക്ക് തന്നത് തൻ്റെ ശ്രീയേട്ടനായിരുന്നോ? അവൾക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ശ്രീയേട്ടൻ. അവൾ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അവനത് എടുത്തില്ല. ഇന്ന് മീനൂട്ടിയുടെ വിവാഹമാണ്. മീനൂട്ടി അണിയിച്ചൊരുക്കാൻ കാലത്ത് തന്നെ ബ്യൂട്ടീഷ്യൻ എത്തി. അതെ, ഇത്തിരി വേഗം ആയിക്കോട്ടോ. ദക്ഷിണ കൊടുത്ത് രാഹുകാലത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം. അമ്മ ഓടി വന്നു പറഞ്ഞു. കതിർ മണ്ഡപത്തിൽ ശ്രീയേട്ടൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും അസൂയോടെ തന്നെ നോക്കുന്നത് മീനാക്ഷി കണ്ടു. അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞു ഈറൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ നല്ല പാതിയുടെ അരികിലേക്ക് കയറിയപ്പോൾ പുതിയൊരു നാളേക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു ശ്രീഹരി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശ്രീയേട്ടൻ്റെതായി കഴിഞ്ഞപ്പോഴും മീനാക്ഷി പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു. താൻ ഈ ഭൂമിയിൽ നിന്ന് പോയ ശേഷം മാത്രമേ തൻ്റെ ശ്രീയേട്ടനെ വിളിക്കാവുള്ളൂ എന്ന്. അന്നു മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയ്ക്ക് പ്രണയിനിയുടെ ഭാവമായിരുന്നു. അവളോട് ശ്രീയേട്ടൻ്റെ പ്രണയ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി ഓരോ ദിനവും കൊഴിഞ്ഞുപോയി. കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശേഷമുണ്ടെന്നറിഞ്ഞ നിമിഷം തന്നെ വാരിപ്പുണർന്നുകൊണ്ട് ശ്രീയേട്ടൻ 1000 മുത്തം നൽകിയത്. എല്ലാവരുടെയും സന്തോഷം, സ്നേഹം, വാത്സല്യം, ലാളന ഒക്കെ മതിയാവോളം ലഭിച്ചു. പ്രസവവേദന എടുത്തുകൊണ്ട് പൊളഞ്ഞപ്പോഴും ആദ്യത്തെ കൺമണി ശ്രീയേട്ടൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുഞ്ഞാകണമെന്നാണ് താൻ നേർച്ച നേർന്നത്. മണിക്കുട്ടിയുടെ കളിയും ചിരിയും കൊഞ്ചലുകളുമൊക്കെയായി തങ്ങളുടെ
വീടൊരു സ്വർഗമായപ്പോൾ ദൈവത്തിന് അസൂയ തോന്നിക്കാണും. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ? അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. അമ്മയുടെ അനുജത്തിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് മടങ്ങി വരുമായിരുന്നു. നല്ല മഴയായതുകൊണ്ട് ശ്രീയേട്ടൻ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത്. മുത്തശ്ശിയുടെ മടിയിൽ പിൻസീറ്റിലിരുന്ന് കൊഞ്ചുന്ന മണിക്കുട്ടിയെ എടുത്ത് തൻ്റെ അടുത്തിരുത്തുവാൻ ശ്രീയേട്ടൻ പറഞ്ഞതും താൻ കുഞ്ഞിനെ എടുക്കുവാൻ കൈനീട്ടിയതും തനിക്ക് ഓർമ്മയുള്ളൂ. മഴയായതുകൊണ്ട് തെന്നിപ്പോയി കാണും. അതാണ് അപകടം ഉണ്ടായതെന്ന് അമ്മാവൻ പറഞ്ഞാണ് താൻ അറിഞ്ഞത്. ആ മഴയ്ക്കൊരു കൊലയാളിയുടെ ഭാവമായിരുന്നു. ഇന്ന് 8 വർഷമായി താൻ ഈ കിടക്കയിൽ കഴിയാൻ തുടങ്ങിയിട്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീയേട്ടനും അമ്മയ്ക്കും പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചില്ല. ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടിയത് തങ്ങളുടെ മണിക്കുട്ടിക്കായിരുന്നു. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഈശ്വരൻ്റെ കരങ്ങൾ അവളെ കാത്തു. മീനു, ശ്രീയേട്ടൻ വിളിച്ചപ്പോൾ മീനാക്ഷി ഓർമ്മകളിൽ നിന്ന് എണീറ്റു. ഒരു വേലക്കാരിയെപ്പോലും വയ്ക്കാതെ മീനാക്ഷിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ശ്രീഹരിയാണ് അവൾക്കിപ്പോൾ ഈശ്വരൻ. മോളെന്തിയെ ഏട്ടാ? മീനു ചോദിച്ചു. അവൾ മുറ്റത്ത് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവൻ അവളുടെ കൈകളെടുത്ത് അവൻ്റെ കൈകളിലേക്ക് കോർത്ത് പിടിച്ചു. ഓഫീസിൽ നടന്ന കാര്യങ്ങളും ഓരോരോ വിശേഷങ്ങളുമെല്ലാം അവൻ മീനാക്ഷിയോട് പങ്കുവെക്കുകയാണ്. എന്നും തൻ്റെ ശ്രീയേട്ടൻ ഇങ്ങനെയാണ്. തൻ്റെ അടുത്ത് വന്നിരുന്ന് തന്നോട് ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവയ്ക്കും. ഈ കിടക്കയിൽ കിടക്കുന്ന ചലനമറ്റ ഈ ശരീരമാകുന്ന തന്നെ ഉപേക്ഷിക്കുവാൻ എത്രയോ വട്ടം താൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ഇല്ല മൊയ്, ഈ ശ്രീഹരിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ മീനാക്ഷിയായിരിക്കും. നിന്നെ ജീവനോടെ തരണമേ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ പ്രാർത്ഥന കേട്ട ഈശ്വരൻ അടുത്ത ജന്മത്തിൽ നിന്നെ എനിക്ക് തരണമേ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അടുത്ത ജന്മത്തിൽ മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളിൽ തൻ്റെ ശ്രീയേട്ടൻ്റേതാകണമെന്നാണ് മീനു പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. അച്ഛാ, ഒരു കിളിമൊഴി കേട്ട ഭാഗത്തേക്ക് ശ്രീഹരി നോക്കിയതും മണിക്കുട്ടി അങ്ങോട്ട് കയറി വന്നു. പട്ടുപാവാടയും ബ്ലൗസും ധരിച്ചു വന്ന മണിക്കുട്ടി ഓടിപ്പോയി അമ്മയ്ക്ക് നെറുകയിലൊരു മുത്തം കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഓടി. അമ്പലത്തിൽ പോകുവാൻ സമയമായി അല്ലേ? ശ്രീഹരി മെല്ലെ എഴുന്നേറ്റു. അഷ്ടപതി പാടാൻ മുടങ്ങാതെ അമ്പലത്തിൽ പോകാറുണ്ട് ശ്രീഹരി. മീനാക്ഷിക്ക് വേണ്ടി നേർന്ന നേർച്ചയാണ്. ഇന്നും അത് തെറ്റിക്കാതെ ചെയ്യുവാനായി നടന്നു പോകുന്ന ശ്രീഹരിയെ നോക്കി മീനു കിടന്നു. ചെറിയ മഴച്ചാറ്റലുണ്ട് കേട്ടോ. മണിക്കുട്ടി മോളെ, മഴ നനയരുത്, പനി പിടിക്കും. രുക്മിണിയമ്മ വിളിച്ചു പറയുന്നത് മീനാക്ഷി കേട്ടു. ആ മഴയ്ക്കപ്പോൾ തൻ്റെ മണിക്കുട്ടിയുടെ ഭാവമായിരുന്നു. അവസാനിച്ചു. ഒരു ചെറിയ കഥയായിരുന്നു കേട്ടോ. നിങ്ങളെ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.